ഒരു മോഷ്ടാവിൻ്റെ ഡയറി എന്ന കഥയുടെ തുടർഭാഗം. അവൻ കണ്ണു തുറന്ന് ചുറ്റുപാടും നോക്കി. അവൻ്റെ അമ്മയാണ് തിരയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതോർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. എന്തു ചെയ്യാനൊക്കും? താൻ അടുത്തു ചെന്നു. അവനെ എടുത്തു വെളിയിൽ കൊണ്ടുപോയി മുഖം കഴുകിപ്പിച്ചു. എന്തു കൊടുക്കും ഇതിന്? അവൻ ജാനകി അമ്മയെ നോക്കി. ജാനകിയമ്മ പറഞ്ഞു, എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്ക്, പാലും മേടിച്ചുകൊണ്ട് വാ. ഞാൻ അവനെ ജാനകിയമ്മയെ ഏൽപ്പിച്ച് വേഗം പുറത്തേക്ക് പോയി. വഴിക്കച്ചവടക്കാരിൽ നിന്നും 2-3 ബനിയനും നിക്കറും വാങ്ങി. അല്പം പാലും റസ്കും റൊട്ടിയും വാങ്ങി ധൃതിയിൽ വീട്ടിലേക്ക്. അവിടെ ചെന്ന് പാൽ തിളപ്പിച്ച് അത് റൊട്ടിയിൽ മുക്കി അതിന് വായിൽ വെച്ച് കൊടുത്തു. അത് ആർത്തിയോടെ കഴിച്ചു. ക്രമേണ കുഞ്ഞ് സാധാരണ കുട്ടികളെപ്പോലെ കളിക്കുവാനും ചിരിക്കുവാനും തുടങ്ങി. ഭദ്രൻ്റെ ജീവിതത്തിൽ ഒരാശ്വാസമോ പ്രതീക്ഷയോ ആയി തീർന്നു ആ കുഞ്ഞ്. എന്നും സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് ഭദ്രൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരിക്കൽ അവൻ ചോദിച്ചു. ഒരു നിമിഷം ഞാനൊന്ന് ഞെട്ടി. പിന്നീട് പറഞ്ഞു, രാത്രിയിൽ ഈ നാടിനെ കാക്കുന്നത് ഞാനാണെന്ന്. അത് കേട്ടവൻ അഭിമാനത്തോടെ എന്നെ നോക്കി. ജാനമ്മ ഉറക്കെ ചിരിച്ചു. കുഞ്ഞിന് ഏകദേശം ഒരു 6 വയസ്സായപ്പോൾ സ്കൂളിൽ ചേർക്കണമെന്ന് ജാനമ്മ പറഞ്ഞു. അപ്പോഴാണ് ഞാനും അക്കാര്യം ഓർമ്മിച്ചത്. ഏത് സ്കൂളിൽ ചേർക്കും? ഇവിടെ എല്ലാവർക്കും അറിയാം തൻ്റെ തൊഴിൽ എന്താണെന്ന്. അതുകൊണ്ട് ഒരിക്കലും അവനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം കള്ളൻ്റെ മകനെ എന്ന് എല്ലാവരും അവനെ വിളിക്കും. അത് പാടില്ല. രക്ഷകൻ തന്നെ ശിക്ഷകനാകാൻ പാടില്ലല്ലോ. തൻ്റെ ചിന്തകൾ അതുതന്നെയായി. എന്തു ചെയ്യും? അപ്പോഴാണ് ഓർത്തത്, തൻ്റെ കഥകളെല്ലാം അറിയുന്ന, വല്ലപ്പോഴുമൊക്കെ തന്നെ ഉപദേശിക്കുന്ന നാട്ടിലെ പള്ളി വികാരി ആൻ്റണി അച്ഛനെ കുറിച്ച് ഓർത്തത്. അദ്ദേഹത്തിനെ കണ്ട് നടന്നതെല്ലാം പറഞ്ഞു. അദ്ദേഹം എല്ലാം കേട്ടതിന് ശേഷം ഒരു വഴി പറഞ്ഞു തന്നു. ഒരു കത്തും. പട്ടണത്തിലെ അമ്മമാർ നടത്തുന്ന ബോർഡിംഗ് സ്കൂളിലേക്കാണ് ആ കത്ത്. അവിടെ ചെന്ന് ആ കത്ത് കൊടുത്താൽ മതി, അവർ വേണ്ടത് ചെയ്തു തരും. അത് എനിക്കൊരു വലിയ ആശ്വാസമായി. പിറ്റേന്ന് തന്നെ കുട്ടിയെയും കൊണ്ട് ജാനമ്മയ്ക്കൊരു ദക്ഷിണയും നൽകി അനുഗ്രഹവും വാങ്ങി സ്കൂളിലേക്ക് പുറപ്പെട്ടു. അടുത്ത ഭാഗവുമായി നാളെ കാണാം.